നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങി രാഷ്ട്രീയ പ്രവചനങ്ങളും രൂക്ഷമായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും സജീവമാകുന്നു. അണികൾക്കിടയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒരുപോലെ ചർച്ചയാകുന്ന നടേശനിസം ഇത്തവണ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ സതീശനെതിരെ അധിക്ഷേപവുമായി വെള്ളാപ്പള്ളി, പിണറായിക്ക് സൂപ്പർ സർട്ടിഫിക്കറ്റ്. തിരുവനന്തപുരം നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരള രാഷ്ട്രീയത്തിൽ വാപ്പോരമുറുകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടുത്ത ഭാഷയിൽ അധിക്ഷേപം ചൊരിഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. VD സതീശൻ വെറുമൊരു ബഫൂൺ ആണെന്നും ജോക്കർ ആണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. സതീശന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിലുള്ള ഈർഷ്യയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രധാന ആരോപണങ്ങൾ ചുരുക്കത്തിൽ: VD സതീശനെതിരെ സതീശൻ വെറുമൊരു പ്രസംഗ തൊഴിലാളി മാത്രമാണെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു. സുധാകരനെ സതീശന്റെ നേതൃത്വത്തിൽ വേട്ടയാടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിലെ ഭിന്നത: UDFിൽ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് പറയുന്നതിലൂടെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിന് എണ്ണ പകരാനും അദ്ദേഹം ശ്രമിച്ചു. UDF അധികാരത്തിൽ വരുന്നത് ലോകാവസാനത്തിന് തുല്യമായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. LDFിന് പിന്തുണ: സീറ്റുകൾ കുറഞ്ഞാലും പിണറായി വിജയന്റെ പ്രകടനം സൂപ്പർ ആണെന്നും LDF തന്നെ തുടർഭരണം നേടുമെന്നും വെള്ളാപ്പള്ളി പ്രവചിച്ചു. NDAക്കും NSSനും വിമർശനം: BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കെതിരെയും വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചു. സീറ്റ് വിഭജനത്തിൽ പാളിച്ചകൾ സംഭവിച്ചുവെന്നും 2020 പോലുള്ള സംഘടനകൾക്ക് അമിത പ്രാധാന്യം നൽകിയത് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. BJPയിലെ മുതിർന്ന നേതാക്കളെ തഴഞ്ഞതിലുള്ള അതൃപ്തിയും അദ്ദേഹം തുറന്നടിച്ചു. ഹിന്ദു ഐക്യശ്രമങ്ങൾ പരാജയപ്പെടാൻ കാരണം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓരോ സമയത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്ന സുകുമാരൻ നായരുടെ ശൈലി ഐക്യത്തെ തകർക്കുകയാണെന്നും NSSലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതിന് തടസ്സമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരിച്ചടിച്ച കോൺഗ്രസ്, കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി പരിഹാസം: വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസ് ക്യാമ്പുകളിൽ പ്രതിഷേധം കത്തുകയാണ്. സ്വന്തം പദവി തന്നെ കോടതിയുടെ സ്റ്റേ ഉത്തരവിൽ തൂങ്ങിനിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി ജനപ്രതിനിധികളെ അധിക്ഷേപിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിച്ചു. സ്വന്തം സംഘടനയിലെ ജനാധിപത്യം കോടതി കയറിയിരിക്കെ മറ്റുള്ളവരെ ജനാധിപത്യം പഠിപ്പിക്കാൻ വെള്ളാപ്പള്ളി വരേണ്ടതില്ല. പിണറായി വിജയനെ പ്രീണിപ്പിക്കാനാണ് ഇത്തരം തരംതാണ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം. അടൂർ പ്രകാശിനെയും സുധാകരനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസിന് വൻ തിരിച്ചടിയാകുമെന്ന പ്രവചനത്തോടെയാണ് വെള്ളാപ്പള്ളി തന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക്: തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ വ്യക്തിഹത്യ ഗൗരവകരമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നടേശനിസം കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. VD സതീശനോടുള്ള വ്യക്തിപരമായ വിരോധവും അദ്ദേഹത്തിന്റെ വളർച്ചയിലുള്ള ഭയവുമാണ് വെള്ളാപ്പള്ളിയെക്കൊണ്ട് ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നത്.